തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥിയായ KS ഹംസ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ വിമർശനങ്ങളാണ് അദ്ദേഹം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. KS ഹംസ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം അല്പസമയം മുമ്പാണ് അതിഗുരുതരമായ ഒരു ആരോപണം മുസ്ലിം ലീഗിലെ ചില നേതാക്കൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ആ ഒരു ആരോപണം എന്താണ് എന്ന് പറയാമോ? അത് ഒരു തിരുത്ത്. മുസ്ലിം ലീഗിനെതിരല്ല, മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതൃത്വത്തിലുള്ള മെയിൻ കൾപ്രിറ്റ് എന്ന് പറയാവുന്ന ആളുകൾക്കെതിരെയാണ് ആരോപണം. ലീഗുകാർക്കെതിരെ ആരോപണം ഉന്നയിക്കില്ല. ലീഗുകാർ പാവങ്ങളാണ്, നിഷ്കളങ്കരാണ്, അവർ ആത്മാർത്ഥത കൊണ്ട് ഓരോന്ന് ചെയ്തു പോകുന്നതാണ്. പക്ഷെ അവരെ കൂടി വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അവരെ ചില ഈ വിഷയത്തിലുള്ള മെയിൻ കൾപ്രിറ്റ് എന്ന് പറയാവുന്ന ആളുകൾ അവരുണ്ടാക്കിയ അനധികൃത സമ്പാദ്യത്തിൻ്റെ മുകളിൽ അടയിരിക്കുകയാണ്. അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അവർ സംഘപരിവാരവുമായി പലപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റിലെത്തുന്നുണ്ട്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ED ചോദ്യം ചെയ്യാൻ കാരണം PK കുഞ്ഞാലിക്കുട്ടിയാണെന്ന് അങ്ങ് നേരത്തെ മുതൽ പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ഗുരുതരമായ വിഷയങ്ങൾക്കുൾപ്പെടെ കടന്നു പോകാൻ കാരണം PK കുഞ്ഞാലിക്കുട്ടിയുടെ ചില നീക്കങ്ങളാണെന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ്? അല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആദ്യം മുതൽ തന്നെ തങ്ങളുമായി നല്ല യോജിപ്പിലായിരുന്നില്ല. ഒന്ന്, മുത്തലാഖ് ബില്ലിന് വോട്ട് ചെയ്യാതിരുന്നപ്പോൾ തങ്ങൾ ശാസിച്ചു, മാത്രമല്ല മാപ്പ് പറയിപ്പിച്ചു. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭയങ്കര അപമാനമായിപ്പോയി. അദ്ദേഹത്തിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു എന്നുള്ളത് ആ ഒരു വൈരാഗ്യ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ആക്ടിംഗ് പ്രസിഡൻ്റായി സാദിഖലി തങ്ങളെ ഇടക്കൊന്ന് കയറ്റി അവരോധിക്കാൻ ശ്രമിച്ചു, ആ കുടുംബത്തെ കൂട്ടി. പക്ഷെ അത് ആ കുടുംബം തന്നെ തങ്ങളുടെ മക്കൾ തന്നെ അത് പ്രതിരോധിച്ച് പൊളിച്ചു കളഞ്ഞു. പിന്നീടാണ് MP സ്ഥാനം രാജിവെച്ച് അസംബ്ലിയിലേക്ക് വീണ്ടും മത്സരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മോഹം ഉദിച്ചത്. അതിന് തങ്ങൾ എല്ലാ അർത്ഥത്തിലും എതിർത്തിരുന്നു. ആ എതിർത്തപ്പോഴാണ് മുമ്പ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, മുമ്പൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. തൻ്റെ കയ്യിലുണ്ടായിരുന്ന 10 കോടി രൂപ തങ്ങളുടെ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് എടുത്ത് വെളുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടി തന്നെയാണോ നേരിട്ട് ചെയ്തിരുന്നത്? അത് പാർട്ടിയുടെ ഒരു മുതലാളി എന്ന് കണക്കാക്കിക്കോളൂ, ചെയ്തിരുന്നു. അത് ചെയ്തപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തി രണ്ടാമത് ഈ സമയത്ത് ED കേസിലേക്ക് അതിനെ വലിച്ചഴച്ചു. ED കേസിലേക്ക് വലിച്ചഴച്ചു. അങ്ങനെയാണ് ED തങ്ങളുടെ വീട്ടിൽ വരുന്നതും. ആദ്യം കുഞ്ഞാലി സാഹിബിൻ്റെ വീട്ടിൽ വരുന്നു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാർ അറേഞ്ച് ചെയ്യുന്നു, ആ കാറിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. അതിന് ശേഷമാണ് തങ്ങൾ വലിയ മാനസിക സമ്മർദ്ദത്തിലായത്. കാരണം അതുവരേക്ക് തങ്ങൾ സമ്മതിക്കുന്നില്ലായിരുന്നു. ഡൽഹിയിൽ നിന്ന് വീണ്ടും MP സ്ഥാനം രാജിവെച്ച് വീണ്ടും അസംബ്ലിക്ക് മത്സരിക്കണ്ടേ? നാണക്കേടല്ലേ ഇത്? ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യല്ലോ. ഇവിടുന്ന് അങ്ങനെ PK കുഞ്ഞാലിക്കുട്ടിയോട് വിശദീകരണമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വിശദീകരണം തങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് കുഞ്ഞാലിക്കുട്ടി അങ്ങനെ നടത്തിയതെന്നൊരു ആരോപണമൊക്കെ താങ്കൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ കുറച്ച് നിൽക്കുന്നുണ്ട്. എന്തായിരുന്നു ആ സംഭവം? അത് ഉറപ്പല്ലേ, ഞാൻ പാർട്ടി യോഗത്തിലൊക്കെ സംസാരിച്ചാണല്ലോ. 2021 ഓഗസ്റ്റ് മാസം 1-ാം തീയതിത്തെ പാർട്ടി യോഗത്തിൽ ഞാനിത് ഉന്നയിച്ചതാണല്ലോ, നേരെ ഉന്നയിച്ചതാണല്ലോ ആരോപണം. ആ ആരോപണം ഇന്ന് നിലനിൽക്കുകയാണ്. അതിന് മറുപടി കുഞ്ഞാലി സാഹിബ് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് തങ്ങളുമായി ഉണ്ടായിരുന്ന ഒരു നല്ല വൈരം ഉണ്ടായിരുന്നു ഉള്ളിൽ. ആ വൈരമാണ് ED കേസിലേക്ക് വലിച്ചഴച്ചത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അതൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി തെളിവുകൾക്കൊക്കെ പോകേണ്ടി വരും. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ED ഞാൻ അങ്ങനെ ഒതുക്കും, ഇങ്ങനെ ഒതുക്കും, അത്ര കൊടുക്കുക എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെയുണ്ട്, റെക്കോർഡായിട്ടുള്ള. അപ്പോൾ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഇദ്ദേഹം ഇതിലെന്താണ് പ്രതികരിക്കുന്നതെന്ന് കേൾക്കട്ടെ, ഇല്ലെങ്കിൽ ഞാനതിലേക്ക് പറയുമൊന്നുമില്ല. അത് നിങ്ങൾ മറുപടി നിഷേധിക്കട്ടെ. തങ്ങളോട് കൃത്യമായൊരു വൈര്യം ഉണ്ടായിരുന്നു, അതിനെ തുടർന്നാണ് ED ഉൾപ്പെടെ അവിടെ അന്വേഷണത്തിനായി എത്തിയത്, അങ്ങനെയാണോ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ് ഗൂഢാലോചന നടത്തി തങ്ങളെ ആ കേസിൽ പ്രതിയാക്കുന്നത്, ED കേസിൽ തങ്ങളെ പ്രതിയാക്കുന്നത്. അത് ലീഗുകാരോടെങ്കിലും വിശദീകരിക്കാനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട്. ഈ ഒരു വിഷയത്തിൽ മുസ്ലിം ലീഗ് ഇനിയും മൗനം തുടരുകയാണെങ്കിൽ, പ്രതികരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ നിഷേധിക്കുകയാണെങ്കിൽ അങ്ങയുടെ കയ്യിൽ തെളിവുകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അത് പുറത്തുവിടുമോ? അത് മാത്രമല്ല, അത് പുറത്തു വിടുന്നല്ല, അത് എന്താണ് അത് നിലപാടെന്ന് അറിയട്ടെ ആദ്യം. ഒന്ന്. രണ്ടാമത്, തങ്ങൾ മരിച്ചു പോകുമ്പോൾ മണി ലോണ്ടറിങ് ആക്റ്റിൽ പ്രതിയായിട്ടാണ് മരിച്ചു പോകുന്നത്. അത് തങ്ങൾ നിരപരാധിയായിരുന്നു എന്ന് തെളിയിക്കും ഞങ്ങൾ. അത് തെളിയിക്കാനുള്ള ബാധ്യത തങ്ങളെ സ്നേഹിക്കുന്ന പലർക്കും ഉണ്ട്, എനിക്കുമുണ്ട്. ഈ തിരൂരങ്ങാടി കൊടിഞ്ഞിയിൽ സുപ്രഭാതം പത്രം ഒരാൾ കത്തിച്ചതായിട്ടുള്ളൊരു ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ ഉണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് നേതൃത്വം അത് നിഷേധിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ അറിയാലോ, നമുക്ക് ആർക്ക് വേണമെങ്കിൽ കൊടിഞ്ഞി പോയി അന്വേഷിക്കാമല്ലോ ഇയാളാരാന്നുള്ളത്, കത്തിച്ച ആളാരാണ്. അയാളിപ്പോഴും ആ ഫോട്ടോയിലുണ്ടല്ലോ. അയാൾ നിഷേധിക്കുമോ ഞാൻ ലീഗല്ലാന്ന്? അവിടെ നാട്ടുകാർ നിഷേധിക്കുമോ? ഇതൊക്കെ ഒരു കണ്ണിപ്പൊടിയിടുന്ന പരിപാടിയാണ്. ഓരോന്ന് ഇപ്പുറത്ത് ചെയ്യിക്കും, അപ്പുറത്ത് നിഷേധിക്കും.
തന്നെ വില കുറഞ്ഞ നാലാംകട രാഷ്ട്രീയ സ്റ്റണ്ടാണ് അതൊക്കെ. അത് എത്ര കാലം കത്തിച്ച് ഒഴിവാക്കാൻ കഴിയും? ഇവരുടെ രാഷ്ട്രീയ സ്റ്റൈൽ തന്നെയാണ്, ഈ രീതിയിലുള്ള രാഷ്ട്രീയമാണ്. ഒരു സത്യസന്ധ മാന്യതയില്ല. സത്യത്തിൽ കേരളീയ സംസ്കൃതിക്ക് യോജിക്കാത്ത മട്ടിലായിരിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം കാട്ടിക്കൂട്ടുന്നത്. പാർട്ടി അറിഞ്ഞിട്ടൊന്നുമല്ല കൊടി താഴെ വെച്ചത്. LDF സർക്കാരിൻ്റെ LDF മുന്നണിയുടെ ഒരു വോട്ട് അഭ്യർത്ഥിച്ചുള്ള പരസ്യം മൂലമാണ് അത് കത്തിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. അതിപ്പോൾ UDFൻ്റെ പരസ്യം വരുന്നുണ്ടല്ലോ, അപ്പോൾ എന്താ കത്തിക്കാത്തത്? UDFൻ്റെ പരസ്യം വന്നാൽ കത്തിക്കണ്ട, LDFൻ്റെ പരസ്യം വന്നാൽ കത്തിക്കാമോ? ഇതെന്താ വെള്ളരിക്കാപ്പെട്ട ജനാധിപത്യ രാജ്യമല്ലേ, ഒരു പത്രമല്ലേ ഇത്? നാളെ നിങ്ങൾ വേറെന്തെങ്കിലും വാർത്ത നിങ്ങൾ കൊടുത്തു, ഇവർക്ക് ഇഷ്ടമില്ലാത്ത കൊടുത്താൽ നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തെ ആക്രമിക്കാൻ പറ്റുമോ? മനസ്സിലായി? ഇതൊന്നാമത്തെ കൊടി താഴെ വെച്ചതും കൂടിയും, വയനാട്ടിലെ കൊടി താഴെ വെച്ചത് പാർട്ടിയുടെ യോഗത്തിൽ തീരുമാനമല്ല അത്. അതൊക്കെ ഈ ഭീഷണിയുടെ മുകളിൽ ഒരാളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അത് ഏറ്റെടുക്കാൻ കുറച്ച് ആളുകളും. താങ്ക് യു. തീർച്ചയായും അതുതന്നെയാണ്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ KSM ആദ്യഘട്ടം മുതൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതിൽ ചേർത്ത് വെച്ചുകൊണ്ടുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ED വേട്ടയാടിയതിന് പിന്നിൽ PK കുഞ്ഞാലിക്കുട്ടിയാണെന്ന് KSM ആരോപിക്കുന്നുണ്ട്. സുപ്രഭാതം ദിനപത്രം തിരുരങ്ങാടിയിൽ കത്തിച്ചതിന് പിന്നിലും മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന ആരോപണം തന്നെയാണ് KSM ഉന്നയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.